ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഷോർട്ട് കട്ട് കീസ് ആണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഷോർട്ട് കട്ട് കീസ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ടൈം സേവ് ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങളുടെ കൊളീഗ്സിൻ്റെ മുന്നിൽ, നിങ്ങളുടെ ബോസിൻ്റെ മുന്നിലൊക്കെ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ കീയും എന്നും ആണ്. കൺട്രോൾ കീയും എന്നും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ന്യൂ വർക്ക് ബുക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫയലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കൺട്രോൾ കീയും എന്നും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂ വർക്ക് ബുക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് കൺട്രോളും ഓയുമാണ്. കൺട്രോൾ കീയും ഓയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് വർക്ക് ബുക്കാണോ ഓപ്പൺ ചെയ്യേണ്ടത് അത് നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൺട്രോൾ ഓ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് കൺട്രോളും ആരോ കീസുമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൺട്രോളും ആരോ കീസും? നമ്മുടെ കീബോർഡിൽ നിങ്ങൾക്ക് കാണാം ഡൗൺ ആരോ, അപ്പ് ആരോ, ലെഫ്റ്റ്, അതേപോലെ തന്നെ റൈറ്റിലേക്കും ആരോസ് ഉണ്ട് അല്ലേ? സപ്പോസ് നമ്മുടെ ഈ ഒരു വർക്ക് ഷീറ്റിൽ ഒരുപാട് ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഈ ഡാറ്റയുടെ എൻഡിലേക്ക് എത്തണം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കൺട്രോൾ കീയും ഡൗൺ ആരോവും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും എൻഡിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. മേലേക്ക് പോകണമെങ്കിലോ കൺട്രോൾ കീയും അപ്പ് ആരോവും കൂടി പ്രസ് ചെയ്യുക. ഇനിയിപ്പോൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടതെങ്കിൽ കൺട്രോൾ കീയും ലെഫ്റ്റ് ആരോവും കൂടി പ്രസ് ചെയ്യുക. അതുപോലെ റൈറ്റിലേക്കാണെങ്കിൽ കൺട്രോൾ കീയും റൈറ്റ് ആരോവും കൂടി പ്രസ് ചെയ്യുക. കണ്ടല്ലോ? അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വർക്ക്ഷീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഫോർത്ത് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഈ കൺട്രോളും ആരോ കീസും ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു ഷിഫ്റ്റ് കീയും കൂടി പ്രസ് ചെയ്ത് നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കുകയെന്ന്. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ ഞാൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കോളത്തിലുള്ള ഡാറ്റ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മനസ്സിലായോ? സപ്പോസ് എനിക്ക് ഈ ഡൊണാൾഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സെലക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ കീയും ഷിഫ്റ്റും ഏത് ആരോ ആണ് ഇപ്പോൾ പ്രസ് ചെയ്യേണ്ടത്, റൈറ്റിലേക്കുള്ള ആരോവും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് റോയും സെലക്ട് ആയി. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് കോളവും ഏത് റോയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് കൺട്രോൾ ഷിഫ്റ്റ് ആരോ കീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോളും ഡിയും ആണ്. അതായത് നമ്മളൊക്കെ വളരെ ഈസി ആയിട്ട് എല്ലാം ചെയ്തു തീർക്കണം, വേഗത്തിൽ ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് അല്ലേ? അപ്പോൾ അതിനുള്ള ഒരു ഈസി ട്രിക്കാണ് ഇത്. അതായത് എനിക്കിപ്പോൾ ഈ ഒരു ഡേറ്റ് ആണ് ഇവിടെയും വേണ്ടത്, ഈ സെല്ലിലും ഈ ഡേറ്റ് തന്നെയാണ് വേണ്ടതെന്ന് വിചാരിക്കുക. നമ്മൾ യൂഷ്വലി ചെയ്യുക എന്താണ്? കോപ്പി ചെയ്യും, പേസ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൺട്രോൾ ഡി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിലുള്ള സെല്ലിൽ എന്താണുള്ളത് അത് തന്നെ താഴേക്ക് വരും. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സെല്ലിലാണ് കഴ്സർ വെച്ചിട്ട് ഈ സെല്ലിലുള്ള ഡാറ്റ എനിക്ക് ഫിനാൻസ് തന്നെയാണ് വേണ്ടതുണ്ടെങ്കിൽ ഇവിടെ കൺട്രോൾ ഡി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫിനാൻസ് ആവുന്നതായിരിക്കും. മനസ്സിലായോ? തൊട്ട് മേലെയുള്ള സെല്ലിലുള്ള ഡാറ്റ എന്താണോ അത് ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ആവുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് കൺട്രോൾ ഡി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ ഷിഫ്റ്റ് എൽ ആണ്. കണ്ടോ? നമ്മുടെ ഡാറ്റയിൽ ഹെഡേഴ്സിലൊക്കെ തന്നെയും ഒരു ഫിൽറ്റർ ബട്ടൺ ആഡ് ആയിട്ടുണ്ട് അല്ലേ? അതായത് ഫിൽറ്റർ ബട്ടൺ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? സപ്പോസ് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതിൽ സപ്പോർട്ട് മാത്രം വരണം എന്നാണെങ്കിൽ സെലക്ട് ഓൾ ഇവിടെ നിന്നും മാറ്റി കൊടുക്കുകയാണ്. ദെൻ സപ്പോർട്ട് മാത്രം ഞാൻ സെലക്ട് ചെയ്യുകയാണ്, ഓക്കെ അടിക്കുകയാണ്. കണ്ടോ? സപ്പോർട്ടിലുള്ളവർ മാത്രം എനിക്ക് വന്നു കഴിഞ്ഞു. ഒരു ഫോമുലയും യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം കിട്ടാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫിൽറ്റർ ബട്ടൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് എൽ ആണ്. ഇനി വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് എൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഫിൽറ്റർ ബട്ടൺ അവിടുന്ന് പൊയ്ക്കോളും. മനസ്സിലായല്ലോ? അടുത്ത ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് സപ്പോസ് നമുക്ക് നിയയ്ക്ക് ഒരു ഫോൺ നമ്പർ കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെല്ലിൽ തന്നെ അത് ടൈപ്പ് ചെയ്ത് വരണം. എന്താണ് ചെയ്യുക? നെക്സ്റ്റ് ലൈനിലേക്ക് വരണം. ഓൾട്ട് കീയും എൻറ്ററും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു സെല്ലിൽ തന്നെ നെക്സ്റ്റ് ലൈനായിട്ട് എൻ്റർ ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ മറക്കണ്ട, അതിനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഓൾട്ടും എൻ്റർ കീയും. അടുത്ത ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ കീയും വണ്ണും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫോർമാറ്റ് സെൽസ് ആണ്. വളരെ ഈസി ആയിട്ട് എടുക്കാം. എന്താണ്? കൺട്രോളും വണ്ണും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യാം. നമുക്ക് ഫോർമാറ്റ് സെൽസിനുള്ള ഓപ്ഷനാണ് വരുന്നത്. അതിൽ അലൈൻമെൻറ്റ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, ബോർഡർ ഉണ്ട്, എന്ത് കാര്യം ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? അടുത്തതായിട്ട് എങ്ങനെയാണ് കറണ്ട് ഡേറ്റ് എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. കൺട്രോൾ കീയും സെമി കോളനും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് നമുക്ക് വരുന്നതായിരിക്കും. പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അല്ലേ? കൺട്രോൾ കീയും ഷിഫ്റ്റും സെമി കോളനും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ടൈം കൂടി കിട്ടുന്നതായിരിക്കും. മനസ്സിലായി? അപ്പോൾ കറണ്ട് ടൈമിനും കറണ്ട് ഡേറ്റിനും ഉള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ കണ്ടത്. കറണ്ട് ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ കീയും സെമി കോളനും, കറണ്ട് ടൈമിന് വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ആൻഡ് സെമി കോളൻ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ള ഷോർട്ട് കട്ടാണ്. അതായത് ചില സമയത്ത് നമ്മുടെ എക്സൽ വർക്ക് ഷീറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവാറുണ്ട് അല്ലേ? എൻ്റെ ഈ
വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് കാണാം ജോർജിയ എന്നുള്ളത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ പല ഡാറ്റകളും ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഹ്യൂജ് ഡാറ്റയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഓരോന്ന് നോക്കി നോക്കി ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് അല്ലേ. അപ്പോൾ അതൊരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ Alt AM എന്ന് നമ്മൾ കീബോർഡിൽ ഷോർട്ട് കട്ട് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ള വിൻഡോ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് 3 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്. 3 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആണ് ഉള്ളത്, അത് റിമൂവ് ചെയ്തു. ഓക്കെ എന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡാറ്റയിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ മറക്കണ്ട, ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Alt AM ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്ന ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.